നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീശുകൻ അച്ഛനോട് വൈവാഹിക ജീവിതം കൊണ്ട് മോക്ഷം ലഭിക്കുകയില്ല എന്ന് സമർത്ഥിക്കുന്നു, പലരുടെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. വിഷ്ണുവിനോ ശങ്കരനോ പോലും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. അതികഠിനമായ തപസ് ചെയ്തിട്ട് പോലും വിശ്വാമിത്ര മഹർഷി വനത്തിൽ വെച്ച് മേനകയിൽ മോഹിതനായില്ലേ? അതുപോലെ എൻ്റെ അച്ഛനും ഒരു മുക്കുവ സ്ത്രീയിൽ കാമബാണ പീഡിതനായി തീർന്നു. ബ്രഹ്മാവ് പോലും ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ശ്രീശുകൻ സമർത്ഥിക്കുകയാണ്. അതുപോലെ ധനത്തെപ്പറ്റി ചിന്തിച്ച് ക്ലേശിക്കുന്നവർക്ക് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല. തപസ് ചെയ്യുന്ന താപസനെ കണ്ടാൽ പോലും ദേവേന്ദ്രന് ദുഃഖമാണല്ലോ. അത് വളരെ ശരിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആരെങ്കിലും ഘോര തപസ് ചെയ്യുന്നത് കണ്ടാൽ ദേവേന്ദ്രനുടനെ ആ തപസ്സിനെ വിഘ്നം വരുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ദുഃഖമാണെന്ന് സമർത്ഥിക്കുകയാണ് ശുകൻ. വിഷ്ണുവും ശങ്കരനും പോലും ദുഃഖിതനാണ്. ഇനി എന്താണ് ശുകൻ വീണ്ടും അച്ഛനോട് പറയുന്നതെന്ന് നമുക്ക് അടുത്ത വരുന്ന ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കാം. ശ്ലോകം 12. പ്രതിഗ്രഹധനാ വിപ്ര ന ബുദ്ധി ബലജീവനാഹ പരാശാ പരമം ദുഃഖം മരണം ച ദിനേ ദിനേ. പ്രതിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് ജീവിക്കുന്നവരാണ് ബ്രാഹ്മണർ, അല്ലാതെ ബുദ്ധിബലം കൊണ്ട് ജീവിക്കുന്നവരല്ല. അന്യരുടെ ധനത്തിലുള്ള ആശയാണ് അങ്ങേയറ്റത്തെ ദുഃഖം. അതുകൊണ്ട് അവർ ദിവസം തോറും മരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്ലോകം 13. പഠിത്വാ സകലാൻ വേദാൻ ശാസ്ത്രാണി ച സമന്തതഃ ഗത്വാച ധനിനാം കാര്യ സ്തുതി സർവാത്മനാ ബുധൈഹൈ. വേദശാസ്ത്രാദികളെല്ലാം പഠിച്ച വിദ്വാൻമാർക്ക് പോലും ധനവാന്മാരുടെ അടുക്കൽ ചെന്ന് അവരെ സർവാത്മന സ്തുതിക്കേണ്ടി വരുന്നു. ശ്ലോകം 14. ഏകോദരസ്യ കാ ചിന്ത പുത്രമൂലഫലാദിഭിഃ യേന കേനാപ്യുപായേന സന്തുഷ്ട്യാ ച പ്രപൂര്യതേ. ഒറ്റയ്ക്കേ ഉള്ളൂവെങ്കിൽ ചിന്തിക്കാൻ എന്തുണ്ട്? ഇലയും കിഴങ്ങും കായും മറ്റും ഭക്ഷിച്ച് ഏതെങ്കിലും വിധത്തിൽ സന്തോഷത്തോടെ വയർ നിറയ്ക്കാം. ശ്ലോകം 15. ഭാര്യാപുത്രസ്തഥാ പൗത്ര കുടുംബേ വിപുലേ സതി പൂരണാർത്ഥം മഹദ്ദുഃഖം ക്വ സുഖം പിതരത്ഭുതം. ഭാര്യ, പുത്രന്മാർ, പൗത്രന്മാർ എന്നിവരെല്ലാം ചേർന്ന കുടുംബം വലുതാണെങ്കിൽ അവരെ തീറ്റിപ്പോറ്റുവാൻ വളരെ വിഷമം. പിന്നെ എവിടെയാണ് സുഖം? ശ്ലോകം 16. യോഗശാസ്ത്രം വദ മമ ജ്ഞാനശാസ്ത്രം സുഖാകരം കർമ്മകാണ്ഡേ അഖിലേ താതാ ന രമ്യേഹം കദാചന. അച്ഛാ, സുഖപ്രദമായ ജ്ഞാനശാസ്ത്രവും യോഗശാസ്ത്രവും എനിക്ക് ഉപദേശിച്ചാലും കർമ്മകാണ്ഡത്തിൽ ഒന്നിലും ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. ശ്ലോകം 17. വദ കർമ്മക്ഷയോപായം പ്രാരബ്ധം സഞ്ചിതം തഥാഹ വർത്തമാനം യഥാ നശ്യേത് ത്രിവിധം കർമ്മമൂലജം. പ്രാരബ്ധം, സഞ്ചിതം, വർത്തമാനം എന്നീ 3 വിധ കർമ്മങ്ങളും കാരണത്തോടുകൂടി നശിക്കാനുള്ള ഉപായം എന്താണെന്ന് ഉപദേശിച്ചാലും. ശ്ലോകം 18. ജളൂകേവ സദാ നാരി രുധിരം പിബതീതി വൈ മൂർഖസ്തു ന വിജാനാതി മോഹിതോ ഭാവചേഷ്ടിതൈഹൈ. നാരി അട്ടയെപ്പോലെ തൻ്റെ രക്തം കുടിക്കുന്നു എന്ന കാര്യം അവളുടെ
ഭാവഹാവാദികളിൽ മോഹിച്ച മൂർഖൻ തീരെ അറിയുന്നില്ല. ശ്ലോകം 19. ഭോഗൈർവീര്യം ധനം പൂർണ്ണം മനഃകുടിലഭാഷണൈകൈ കാന്ത ഹരതി സർവസ്വം കസ്തേനസ്താദൃശോപരഃ. സ്ത്രീ ഭോഗം കൊണ്ട്, വീര്യവും കുടിലഭാഷണം കൊണ്ട് ധനം മുഴുവനും മനസ്സും എന്നു വേണ്ട സർവസ്വവും അപഹരിക്കുന്നു. അതുപോലൊരു മോഷ്ടാവ് മറ്റാരുണ്ട്? ശ്ലോകം 20. നിദ്രാസുഖവിനാശാർത്ഥം മൂർഖസ്തു ദാരസംഗ്രഹം കരോതി വഞ്ചിതോ തത്ര ദുഃഖായന സുഖായ ച. ഉറക്കം കെടുത്താൻ വേണ്ടി മാത്രമാണ് മൂർഖൻ ഭാര്യയെ സ്വീകരിക്കുന്നത്, സുഖിക്കാനല്ല, ദുഃഖിക്കാൻ വേണ്ടി. വിധാതാവിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.